നമസ്കാരം. എവിടെ പോയാലും നാണം കെടുക എന്നുള്ള തലയിലെഴുത്തുള്ള ചില വ്യക്തികളുണ്ട്. അതിലൊരാളാണ് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ്. പാകിസ്ഥാനിലെ യഥാർത്ഥ ഭരണാധികാരി ആരാണ് എന്നുള്ള ചോദ്യം പല ഘട്ടങ്ങളിലും ഉയർന്നിട്ടുണ്ട്. കാരണം അവിടുത്തെ ഭരണാധികാരി പങ്കെടുക്കേണ്ടുന്ന ചടങ്ങുകളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നത് അവിടുത്തെ സൈനിക മേധാവിയായ അസീം മുനീറാണ്. പലപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാനെ ഔദ്യോഗിക ചർച്ചകൾക്കായി വിളിക്കുമ്പോഴൊക്കെ തന്നെ അവിടെ എത്തുന്നതും ഒരു രാഷ്ട്രത്തലവൻ്റേതായിട്ടുള്ള ആദരവും സ്വീകരണവും ഏറ്റുവാങ്ങുന്നതൊക്കെ തന്നെ ഈ അസീം മുനീറാണ്. ഇനി അഥവാ ഈ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ കൂടെ കൂട്ടിയാലോ, അയാൾക്ക് അവിടെ യാതൊരു പ്രാധാന്യവും ലഭിക്കുകയില്ല. എല്ലായിടത്തും മുൻനിരയിൽ കയറി നിൽക്കുന്നയാൾ അവിടുത്തെ സൈനിക മേധാവിയാണ്. പണ്ടുപോലെ തന്നെ പാകിസ്ഥാനിൽ സൈന്യം സർക്കാരിന് മേൽ അവരുടെ സ്വാധീനം ചെലുത്താറുണ്ട് എങ്കിൽ പോലും ഇത്രയും നാണം കെട്ടൊരവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടന്ന ഒരു സംഭവം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് വീണ്ടും നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി എബ്രഹാം അക്കോർഡിലേക്ക്, അദ്ദേഹം തന്നെ ആവിഷ്കരിച്ച സമാധാന പദ്ധതിയിലേക്ക് ഭൂരിപക്ഷം മുസ്ലിം രാജ്യങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു. ഇക്കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടായിരുന്നു. താൻ ചർച്ച നടത്തിയ മുസ്ലിം രാഷ്ട്രങ്ങളിലെ രാഷ്ട്രതലവന്മാരുടെയൊക്കെ തന്നെ പേരും ആ രാജ്യത്തിൻ്റെ പേരും കൂടി ചേർത്താണ് അദ്ദേഹം നീണ്ടൊരു പട്ടിക തയ്യാറാക്കിയിരുന്നത്. ഇതിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളുണ്ടായിരുന്നു, കൂട്ടത്തിൽ പാകിസ്ഥാനും ഉണ്ടായിരുന്നു. എല്ലാ രാജ്യങ്ങളിലെയും ഭരണാധികാരികളുടെ പേര് വളരെ കൃത്യമായി എഴുതിയിരുന്ന ഡൊണാൾഡ് ട്രംപ് പക്ഷേ പാകിസ്ഥാനിലെ ഭരണാധികാരിയുടെ പേരിന് പകരം അവിടെ എഴുതിയിരുന്നത് ഈ അവിടുത്തെ സൈനിക മേധാവിയായ അസീം മുനീറിൻ്റെ പേരാണ്. ഇത് പാകിസ്ഥാന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ തോതിലുള്ള നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഷഹബാസ് ഷെരീഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ നാണം കടലൊരു പുതിയ കാര്യമല്ല. നിരന്തരമായി പല അവസരങ്ങളിലും ഇതേ അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇപ്പോൾ പാകിസ്ഥാനിലെ യഥാർത്ഥ ഭരണാധികാരി ഈ അസീം മുനീറാണ് എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു പോസ്റ്റ് വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ പാകിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി ഖ്വാജ അസീസ് ഇക്കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് ഒരു കാരണവശാലും ഇസ്രായേലുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുകയില്ല എന്നാണ്, അല്ലെങ്കിൽ ഇസ്രായേലിനൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുകയില്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് അദ്ദേഹം. എബ്രഹാം അക്കോർഡ് അനുസരിച്ച് ഈ ഭൂരിപക്ഷം മുസ്ലിം രാജ്യങ്ങളൊക്കെ തന്നെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇസ്രായേലുമായി നല്ല ബന്ധത്തിൽ തുടരണം എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് യാഥാർത്ഥ്യമാക്കണമെന്നും ഇതിലൂടെ ലോകത്ത് സമാധാനം കൈവരുത്താൻ കഴിയും എന്നൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് വിശ്വസിക്കുന്നത്. ഏതായാലും പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി അവമാനിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് അവിടുത്തെ വിദേശകാര്യമന്ത്രി ഈ ഒരു വിയോജിപ്പുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ്റെ ഈ നിലപാടിനെ അമേരിക്ക എത്രത്തോളം അംഗീകരിക്കും എന്നുള്ള കാര്യവും, അതുപോലെ അവിടുത്തെ സൈനിക മേധാവിയെ അസീം മുനീർ ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് എവിടെയാണോ ഒപ്പിടാൻ പറയുന്നത് അവിടെ ഒപ്പിട്ട് കൊടുക്കാൻ തന്നെയാണ് സാധ്യത. ഇസ്രായേലുമായിട്ടുള്ള ലോകത്തെ ഏത് രാജ്യവുമായി ഉടമ്പടിയിൽ ഒപ്പിടാൻ ട്രംപ് ഒന്ന് മൂളിയാൽ മതി, ഈ അസീം മുനീർ അതനുസരിക്കും. ഷഹബാസ് ഷെരീഫിന് മറ്റു വഴികളില്ലാത്തതുകൊണ്ട് ഔദ്യോഗികമായി അവിടെ ഒരാൾ ഒപ്പിട്ട് കൊടുക്കണമല്ലോ, ഇയാൾ ഒപ്പിട്ട് കൊടുക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. പാകിസ്ഥാനിലെ യഥാർത്ഥ ഭരണാധികാരി ആരാണെന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് സംശയം ഉണ്ടെങ്കിലും ഡൊണാൾഡ് ട്രംപിന് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പലരും കളിയാക്കി നിരവധി പോസ്റ്റുകൾ ഇട്ടിട്ടുള്ളത്. അവർ പറയുന്നത് പാകിസ്ഥാനിലെ യഥാർത്ഥ ഭരണാധികാരി ആരാണ് എന്നുള്ള കാര്യം ഡൊണാൾഡ് ട്രംപിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അയാൾ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പാകിസ്ഥാനിലെ ഭരണാധികാരിയുടെ പേരിൻ്റെ സ്ഥാനത്ത് ഈ അസീം മുനീറിൻ്റെ പേര് ചേർത്തിരിക്കുന്നത് എന്നാണ്. ഒരിക്കലും ഒരു ജനപ്രതിനിധി അല്ലാത്ത സൈനിക മേധാവിയായ ഒരാളിൻ്റെ പേരാണ് പാകിസ്ഥാനിലെ ഭരണാധികാരിയുടെ പേരിൻ്റെ സ്ഥാനത്ത് ട്രംപ് ചേർത്തത് എന്നുള്ളത് ലോകത്തെ പല രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമ്പരപ്പുണ്ടാക്കിയ ഒരു കാര്യമാണ്. ശരിക്കും ഈ ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ ഭരണകൂടവും പാകിസ്ഥാനിലെ നിലവിലെ ഭരണ അധികാരികളെ, അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയും ഒന്നും തന്നെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇത്. നമുക്കറിയാം, നേരത്തെ പല തവണ ഈ അസീം മുനീർ അമേരിക്ക സന്ദർശിച്ചപ്പോഴൊക്കെ തന്നെ ഒരു രാഷ്ട്രത്തലവന് നൽകുന്ന ആദരമാണ് അവിടെ ലഭിച്ചത്. സാധാരണഗതിയിൽ മറ്റൊരു രാജ്യത്തു നിന്ന് വരുന്ന രാഷ്ട്രത്തലവന് സന്ദർശിക്കാൻ കഴിയുന്ന ചില മേഖലകളുണ്ട്, ചില അവർ സ്ഥാപനങ്ങളുണ്ട്. അവിടെ എല്ലായിടത്തും ഈ അസീം മുനീറിനെ പ്രവേശിപ്പിച്ചു, അയാൾക്ക് വലിയ വരവേൽപ്പ് നൽകി എന്നുള്ളതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അസീം മുനീർ വഴിയായിരിക്കും ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബിസിനസ് കാര്യങ്ങളുമൊക്കെ തന്നെ ഡീൽ ചെയ്യുന്നത് എന്നാണ്. നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എല്ലാം ബിസിനസ്സാണ്. അദ്ദേഹം വലിയൊരു വ്യവസായിയാണ്. ലോകത്ത് ഏത് രാജ്യത്ത് നിന്ന് കൈവയ്ക്കുമ്പോഴും അദ്ദേഹം ഇത്തരത്തിലുള്ള തനിക്ക് അവിടെ എന്ത് ബിസിനസ് നടത്താൻ പറ്റും എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കും. അതുപോലെ ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാനാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പാകിസ്ഥാൻ, പ്രത്യേകിച്ച് അവിടുത്തെ സൈനിക മേധാവി ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ അടിമയെപ്പോലെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ്റെ യഥാർത്ഥ ഭരണാധികാരി ഈ അസീം മുനീർ ആണ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടത്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി കുറേ നാളുകളായി അവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന നാണക്കേടുകളിലെ ഏറ്റവും ഒടുവിലത്തെ ഒരു
സംഭവമായി ഇത് മാറുകയാണ്. ഏതായാലും വസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതൊന്നും ബാധകമല്ല. അദ്ദേഹത്തിന് ആ കസേരയിൽ ഒന്ന് ഇരുന്നാൽ മാത്രം മതി. നാണം കെടുന്നത് അദ്ദേഹത്തിനൊരു സ്ഥിരം പരിപാടിയുമാണ്.